ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മീനിന്റെ പേരാണ് തിലോപ്പിയ. അതിന് വേണ്ടുന്ന ചേരുവകൾ കുറച്ച് തക്കാളി, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കൊടംപുളി. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇത്രയും സാധനങ്ങൾ: ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി. ഇവ ഒന്ന് ചതച്ചെടുക്കുക, നല്ലവണ്ണം ചതച്ചെടുക്കുക. അടുത്ത് ചെയ്യാൻ പോകുന്നത് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് കുറച്ച് കടുകിടാം. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ ഇടാം. ഇപ്പോൾ കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചതയ്ക്കാൻ വെച്ച ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം ചേർന്ന് നല്ലപോലെ ഇളക്കാം. അടുത്തതായി നമുക്ക് കുറച്ച് തക്കാളി ഇടാം. തക്കാളിയും കൂടിയിട്ട് നല്ലതുപോലെ വഴഞ്ഞതിന് ശേഷം അരപ്പുകൾ യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം എണ്ണയിൽ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കണം. എണ്ണയിൽ നല്ല തെളിഞ്ഞു നിൽക്കുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് എണ്ണയിൽ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത് വരെ ഇളക്കണം. ഇനി കുറച്ച് കുരുമുളക് ഇടാം. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പം മസാലകളെല്ലാം നന്നായിട്ടായിട്ടുണ്ട്. അടുത്ത് വേണ്ടത് കൊടംപുളിയാണ്. കൊടംപുളി ഇട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് തിളപ്പിച്ച് വെള്ളം ഒഴിക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം മീനിടാം. അടുത്ത് നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അടുത്ത് മീനിടാം. ഇനി ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം. നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ച് ഉപയോഗിക്കാം. ഇനി നമ്മുടെ മീൻകറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച്, ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.